ഇന്നത്തെ സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ടും കൂത്തുമൊക്കെ ടെമ്പോയ്ക്കകത്ത് കയറ്റിയെടുത്ത് വെച്ചിട്ട് അഴകിയല്ല ഇല്ല അപ്പഴക്കട്ട ഇല്ല എവിടെ എന്താ പരിപാടി? എന്താടെ പരിപാടി? റസൂലുള്ളാഹിയുടെ മദ്ഹാണ്. ഇന്ന് നമ്മളിന്ന് പോവാണ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹാട്ടില്ല. എന്താടാ? അതാ അസർ നിസ്കാരം നടക്കുന്നു, പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് അഴകിയ ലൈലായം പിടിച്ചോണ്ട്. ഇന്നലെ പോയവന്മാരായിരുന്നു, ആട് കണ്ടില്ലേ? എൻ്റെ ആട്ടം കണ്ടപ്പോഴേ അറിയാം എന്നൊക്കെ ഇന്നലെ പോയതാണ്. ഇതല്ലേ സംഭവം. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ അവരെന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു മുഹബ്ബത്തിനെ അവരെന്താ ചെയ്യുക? നബി അള്ളാഹ് എങ്ങനെ സ്നേഹിച്ചത്? ആ സ്നേഹം പഠിക്കണം. ഇത് കാണിക്കലൊന്നുമല്ല, ഇത് അബൂജഹലിന്റെ പരിപാടിയാണ്. ഈ പരിപാടി ഇതൊന്നും അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നല്ല. അള്ളാഹിന്റെ റസൂൽ മദ്ഹൂദ് മലയാളത്തിൽ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു മലയാളത്തിൽ പാട്ട് പാടിയാലും അതിന് കൂലിയുണ്ട്, സവാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊരു മദ്ഹ് മലയാളത്തിൽ ഈ മ്യൂസിക്കും ഗീസിക്കും ഒന്നും ഇല്ലാതെ. അശ്ശഅറു കൽ കലാം ഹദീസാണ്. നബി റസൂൽ പറഞ്ഞു അശ്ശഅറു കൽ കലാം, അതിന് നമുക്ക് കൂലി ഉണ്ടാവും. പക്ഷെ അതല്ലാത്ത സിനിമാ പാട്ടിട്ട് മാപ്പിളപ്പാട്ട് വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണെന്ന് പറഞ്ഞിങ്ങനെ പോകുന്നതിനോടൊന്നും അല്ലാഹു റസൂലിന് മഹബത്തുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ഖുർആൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 ഗുണങ്ങൾ പഠിപ്പിക്കണേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഒന്ന് ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് എന്തെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. ഹുബ്ബി നബിയിക്കും, നബി തങ്ങളോടുള്ള മഹബത്ത് അതെന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. 2 ഹുബ്ബി അഹ്ലി ബൈത്തിഹി, നബി തങ്ങളുടെ അഹ്ലി ബൈത്ത്, നബി തങ്ങളുടെ കുടുംബം, ഗോത്രം, ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം, നിർബന്ധമാണത്. നബി തങ്ങളുടെ മക്കളെ കുറിച്ച് പഠിച്ചിരിക്കണം. 3 വതിലാവത്തിൽ ഖുർആൻ, ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ഓതാൻ പഠിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ അപ്പോൾ ഇൽമ പഠിപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും തിരുവചനങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച ഒരു പരിശുദ്ധമായ മാസമല്ലേ, പഠിപ്പിക്കണം, നമ്മുടെ ബാധ്യതയാണ്. ആരാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസം കടന്നു പോകുന്ന ദിക്റുല്ലാഹ്, ദിക്റുർ റസൂൽ. അപ്പോൾ ദിക്റുർ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഓർക്കുക. പ്രേമം, സ്നേഹം, പ്രണയം, മഹബത്ത് എന്നൊക്കെ എല്ലാവരും പറയും. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ആദരവ് എന്നാ പറയുക. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ പ്രണയം എന്ന് പറയും. കാമുകിയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് പ്രേമം എന്ന് പറയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് ഈമാൻ എന്ന് പറയും. അവിടെയാണ് വ്യത്യാസം വരുന്നത്. സ്നേഹമാണ്, മഹബത്താണ്. നബി തങ്ങളെ ഫ്രീ ആയിട്ട് ആരും സ്നേഹിക്കേണ്ട, ഈമാനാണ് നബിയെ സ്നേഹിക്കൽ. ഈമാൻ, വിശ്വാസം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിടുന്നത് പോലും ബഹുമാനപ്പെട്ട മുൻഗാമികളായ മഹത്തുക്കൾ, സ്വഹാബാക്കൾ അടക്കമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിടാൻ ആഗ്രഹിച്ചു, മുഹമ്മദ് എന്ന പേര്. ആ മഹബത്ത് കൊണ്ടിട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ. അള്ളാഹുവിനെ റസൂലിനെ കൂടുതൽ സ്നേഹിച്ച വ്യക്തി അലിയാർ തങ്ങളാണ്. ഹുനൈൻ യുദ്ധത്തിൽ 2 പ്രാവശ്യം ഹുനൈൻ യുദ്ധം പരാജയപ്പെട്ടപ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ഈ കൊടി ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. ആ വ്യക്തി ആ കൊടിയുമായി ഹുനൈൻ ജയിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അബൂ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു എൻ്റെ കയ്യിൽ അള്ളാഹ് ഏൽപ്പിക്കും, റസൂൽ ഏൽപ്പിക്കുമെന്ന്. എൻ്റെ കൈകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിക്കും എന്ന് ഉമർ റളിയല്ലാഹു തആല വിചാരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണിന് രോഗമാണ്, കണ്ണസുഖം എന്തോ ചെങ്കണ്ണ്, അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വാ അലിയേ. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഓതി കൊടുത്തു. കണ്ണ് ശിഫയായി, രോഗം മാറി.
ഈ കൊടി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അലിയാർ തങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി. ഉടനെ സ്വഹാബാക്കൾക്ക് വല്ലാത്ത ജിജ്ഞാസ, ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലി എന്ന് പറഞ്ഞാൽ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു. അള്ളാഹുവിനെ റസൂലിനെയും അലി ഇഷ്ടപ്പെടുന്നുണ്ട്, അലിയെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ റസൂലും ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനും റസൂലിനും അലിയെയും ഇഷ്ടമാണ്. യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അതുകൊണ്ടാണ് ഈ കൊടി അങ്ങ് ഏൽപ്പിച്ചത്. ജയിച്ചടക്കുകയും ചെയ്തു, ജയിച്ചടക്കി. അലി റളിയല്ലാഹു തആല അൻഹു വിജയത്തിൻ്റെ പതാകയുമായി നബീന റസൂലുള്ളാഹി തങ്ങളിലേക്ക് മടങ്ങി വന്നു. അപ്പം ആ ഒരു വിജയത്തിൻ്റെ കാരണം അള്ളാഹുവിനെ റസൂലിനെയും ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു റസൂലും അവരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പോകുന്ന വഴികളിൽ അള്ളാഹുവിൻ്റെ വിജയം അവിടെ കൊടുത്തു. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു റസൂലിന് നമ്മളോട് സ്നേഹം ഉണ്ടാകണം. ഇന്നത്തെ സ്നേഹത്തിൽ സ്നേഹം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാട്ടും കൂത്തുമൊക്കെ ടെമ്പോയ്ക്കകത്ത് കയറ്റിയെടുത്ത് വെച്ചിട്ട് അഴകിയല്ല ഇല്ല അപ്പം ഇല്ല എവിടെ എന്താ പരിപാടി, എന്താണ് പരിപാടി? റസൂലുള്ളാഹിയുടെ മദ്ഹാണ് ഇന്ന്, നമ്മളിന്ന് പോവാണ് റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹാട്ട്. എന്താണ് അതാ അസർ നിസ്കാരം നടക്കുന്ന പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് അഴകിയ ലൈലായം പിടിച്ചോണ്ട്. ഇന്നലെ പോയവന്മാരായിരുന്നു, ആടുന്ന് കണ്ടില്ലേ? എൻ്റെ ആട്ടം കണ്ടപ്പോഴേ അറിയാം എന്നൊക്കെ ഇന്നലെ പോയതാണ്. ഇതല്ലേ സംഭവം. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ അവരെന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളൊരു മുഹബ്ബത്തിനെ അവരെന്താ ചെയ്യുക? നബി അള്ളാഹ് എങ്ങനെ സ്നേഹിച്ചത്, ആ സ്നേഹം പഠിക്കണം. ഇത് കാണിക്കലൊന്നുമല്ല, ഇത് അബൂജഹലിൻ്റെ പരിപാടിയാണ് ഈ പരിപാടി. ഇതൊന്നും അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നല്ല. അള്ളാഹ് റസൂൽ മദ്ഹൂദ്, മലയാളത്തിൽ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു മലയാളത്തിൽ പാട്ട് പാടിയാലും അതിന് കൂലിയുണ്ട്, സവാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊരു മദ്ഹ് മലയാളത്തിൽ ഈ മ്യൂസിക്കും ഗീസിക്കും ഒന്നും ഇല്ലാതെ. അശ്ശഅറു കൽ കലാം ഹദീസാണ്. നബി റസൂൽ പറഞ്ഞു അശ്ശഅറു കൽ കലാം, അതിന് നമുക്ക് കൂലി ഉണ്ടാവും. പക്ഷെ അതല്ലാത്ത സിനിമാ പാട്ടിട്ട് മാപ്പിളപ്പാട്ട് വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണെന്ന് പറഞ്ഞാൽ പോകുന്നതിനോടൊന്നും അള്ളാഹു റസൂലിന് മഹബത്തുണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. ഒരിക്കലും പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആലിമ്യങ്ങൾ പറയട്ടെ, ഏതെങ്കിലും ഏത് ആലിമ്യങ്ങൾ, സമസ്തയാകട്ടെ ദക്ഷിണയാകട്ടെ, ഏത് ആലിമ്യങ്ങളും പറയട്ടെ ഇത് ഹലാലാണ് ജായിസാണെന്ന് പറയട്ടെ. എന്നാൽ പിന്നെ ഞാൻ അടുത്ത ആഴ്ച ഇത് ഇറങ്ങും കൊടി പിടിച്ചുകൊണ്ട്. നമുക്കും വലിയ ആഗ്രഹമല്ലേ ഇതൊക്കെ ഒന്നിങ്ങനെ പാട്ട് പാടിയാൽ കൊള്ളാതാണ് ഈ ലൈലായി വിളിക്കാൻ. എനിക്ക് എന്താ ആഗ്രഹമാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അള്ളാഹ് സ്നേഹിച്ചതുപോലെ. അല്ലാഹു തബാരക വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, കുല്ലും യത്ലുബു റിളായി കുല്ലു അഹദിൻ യത്ലുബു റിളായി യാ മുഹമ്മദ് വ അന അത്ലുബു റിളാക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് പ്രവാചകരെ, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ തൃപ്തിയാണ് കേട്ടോ. റിസായ ഖുദായ റിസായ മുഹമ്മദ്. അള്ളാഹുവിൻ്റെ തൃപ്തി, നബീന റസൂലുള്ളാഹി തങ്ങളുടെ മേൽ തൃപ്തി. നബിയുടെ തൃപ്തി അള്ളാഹിൻ്റെ തൃപ്തിയിലാണ്. കുല്ലു അഹദിൻ യത്ലുബു റിളായി വ അന അത്ലുബു റിളാക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എൻ്റെ തൃപ്തി ആഗ്രഹിക്കുമ്പോൾ അള്ളാഹ് പറയാണ് ഞാൻ നിങ്ങളുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയ്ക്ക് നബി തങ്ങളെ ആദരിച്ചു ബഹുമാനിച്ചു. ബഹുമാനപ്പെട്ട ഐമൻ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ 17 കുടുംബ പരമ്പരകൾക്ക് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ് ഇട്ടത്. മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ 17 പരമ്പരകൾക്കിട്ട പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്നാണ്. നമുക്കറിയാലോ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയ സൂഫി വര്യനാണ്, ആരിഫും ബില്ലയാണ്, ആയിരക്കണക്കിന് ഗ്രന്ഥം രചിച്ച മഹാനുഭാവനാണ്. ആ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ മുഹമ്മദുൽ ഗസ്സാലി. ആ പരമ്പര മൊത്തം മുഹമ്മദ് 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 എന്നാണ് പോണത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പേരിന് ആ മഹബത്ത്. അബൂ താലിബിനോട് ചോദിച്ചില്ലേ, എന്തിനാണ് നിങ്ങളുടെ മോന് മുഹമ്മദ് എന്ന് നിങ്ങൾ പേരിട്ടത്? അയ്യഹ്മദഹു മൻ അലൽ ഗബ്റാ, ശത്രുക്കൾ പോലും സ്തുത്യർഹൻ എന്ന് എൻ്റെ മോനെ വിളിക്കണം. അതിനാണ് ഞാൻ പേരിട്ടത്. മുഹമ്മദ് എന്ന് പേരിട്ടതിൻ്റെ അർത്ഥമാണ്. നമ്മളിന്ന് എന്താ പേരിടുന്നത് ഓരോ കുട്ടികൾക്ക്? ഇന്നൊക്കെ ആ പേരുണ്ടോ? പക്ഷെ മുഹമ്മദ് എന്ന് പേരുണ്ട്. ഇപ്പുറത്ത് വേറെ കിസാൻ്റെ പേരാണ്. പേര് മുഹമ്മദ് എന്നിടും അല്ലേ? മുഹമ്മദ് അബ്ദുൽ ബിക്കാസ് എന്നായിരിക്കും ഇപ്പുറത്തിടുന്നത്. പേടുന്ന ഉടനെ തന്നെ മുഹമ്മദ് എന്നിടും. ആ മുഹമ്മദിനോടൊപ്പം നല്ലത് ചേർക്കണം, അല്ലാതെ ചുമ്മാ നിന്റെ ഇട്ട അനുസരിച്ചൊന്നും പറ്റൂല. മുഹമ്മദ് വാര്യർ, മുഹമ്മദ് പിള്ള ഇല്ലേ? അപ്പം അതൊക്കെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? നബിതങ്ങളുടെ ആ പേരിനെ നമ്മൾ നാണം കെടുത്തരുത്. അതിനെ പറ്റിയ പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട പേര് റഊഫുർ റഹീം. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു ജനങ്ങളോട് കരുണയുള്ളവനാണ്, റഹ്മാനാണ്, റഊഫാണ്, ഉദാരനാണ്. റഊഫ് റഹീം എന്നുള്ളത് അള്ളാന്റെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹ് ഈ പേരിട്ട് കൊടുത്തു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച വിളി റഊഫുർ റഹീം. അല്ലാഹുടെ പേര് ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വസ്തുക്കളെ കൊണ്ട് ആണയിടണമെങ്കിൽ, സത്യം ചെയ്യണമെങ്കിൽ ആ വസ്തുവ് അത്രത്തോളം അല്ലാഹു ആദരിച്ചതാകാം. വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ لا أقسم بهذا البلد والتين والزيتون وطور سينين وهذا البلد الأمين. ഓരോ പേര് ഓരോ നാടിനെ കുറിച്ച് അള്ളാഹ് ആദരിച്ച് ബഹുമാനിച്ചിട്ടാണ് പേരുകൊണ്ട് അള്ളാഹ് ആണയിടുന്നത്. സൈത്തൂന്, തീന്, അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അള്ളാഹ് ആണയിട്ടു. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. നബി അങ്ങയുടെ ആയസിൽ തന്നെയാണ് സത്യം. അള്ളാഹ്ക്കിട നമുക്കിടാൻ പറ്റൂല. നമുക്ക് നബി തന്നെയാണെന്ന് നമുക്ക് ആണിടാൻ പറ്റൂല. നമുക്ക് അള്ളാഹ് എന്നല്ലാതെ നമുക്ക് വേറൊരു വസ്തുവിനെ കൊണ്ട് നമുക്ക് ആണിടാൻ പറ്റൂല. നമുക്ക് അള്ളാഹ് ആണിടാൻ പറ്റുള്ളൂ. വല്ലാഹി അള്ളാഹുവാണ് സത്യം. ബസ് നിബിതങ്ങളെ കൊണ്ടോ പള്ളിയാണ്, നിൽക്കും തറയാണ്, ഈയാട്ടമാണ്, ഓടും വണ്ടിയാണ്, ചാടും കുതിരയാണ്, പായും പോത്താണ്, പറക്കും തളികയാണ്. ഇങ്ങനെയൊന്നും ആണയിടാണ് നമുക്ക് നിയമമില്ല. ഉണ്ടോ ഉസ്താദേ? ഇങ്ങനെയൊന്നും ആണയിട. പക്ഷേ നമ്മുടെ ആളുകൾ ആണയിടുന്നത് അങ്ങനെയാണ്. അള്ളാഹാണ് എൻ്റെ ഉമ്മാണ്, എൻ്റെ വാപ്പാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ പെണ്ണും പിള്ളയാണ്. എന്തിപ്പോ സംഭവം? അള്ളാഹുവാണ്. വല്ലാഹി അള്ളാഹുവാണ്. അതിനപ്പുറത്ത് വേറെ ശക്തി ആർക്കലുണ്ടോ? അള്ളാഹേക്കാൾ വേറെ ശക്തി ഉണ്ടോ? ഏറ്റവും വലിയൊരു ശക്തിമാനെ വെച്ചല്ലേ നമ്മൾ ആണയിടേണ്ടത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അപ്പൊ അള്ളാഹുവാണ് സത്യം. ബസ് ഹലാസ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ആണയിടാം. അത് അള്ളാഹാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇയാൾ എന്തിനാടേ ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് ഇയാൾ പോയി ആണയിട്ട് എന്തിനാ നമുക്ക് അള്ളാഹടുത്ത് പോയി ചോദിക്കാൻ പറ്റും? അത് നമുക്ക് അവകാശമില്ല. അത് അള്ളാഹിന്റെ തീരുമാനമാണ്. പക്ഷെ അള്ളാഹ് നബി അത്രയും സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹു തആല ആണയിട്ടു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആയുസ് തന്നെയാണ് സത്യം. അവർ മദ്യവെച്ച് അഹങ്കരിക്കുന്നവരാണ് നബിയേ. പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. അള്ളാഹു എത്രത്തോളം ആദരിച്ചു എന്നതിന് തെളിവാണ് കലിമത്തു തൗഹീദിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേര് ചേർത്ത് വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ. സ്നേഹിച്ചുകൊണ്ടല്ലേ, ചേർത്ത് വെച്ചുകൊണ്ടല്ലേ. നമ്മളിന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് പേര് ചേർത്ത് വെക്കുന്നത് അല്ലേ? അബൂബക്കർ ബരീറ എന്നൊക്കെ ചേർത്ത് വയ്ക്കും. ചിലർ വാപ്പായോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ ചില ഭർത്താവിനോടൊപ്പം ചേർത്ത് വയ്ക്കും. അങ്ങനെയാണ് ഇന്ന് പത്രത്തിൽ കൊടുക്കുന്നതും പേപ്പറിൽ കൊടുക്കുന്നതൊക്കെ. സ്നേഹം, വലിയ മഹബത്ത്. പേരിലേ ഉള്ളു മഹബത്ത്. വീട്ടിൽ ഇപ്പം മടിയും വഴക്കുമാണ്. ഭയങ്കര മഹബത്താ. അപ്പോൾ ഇത് പിരിഞ്ഞുപോയാൽ ഈ പേരെന്ത് ചെയ്യും? പാസ്പോർട്ടിലും അതിലൊക്കെ ആ പേരാണല്ലോ. എന്ത് ചെയ്യും?
അതുകൊണ്ട് ഒരിക്കലും ഭർത്താവിൻ്റെ പേര് ചേർത്ത് പേര് വെക്കേണ്ട, വാപ്പാടെ പേര് ചേർത്ത് വെച്ച് ഒരിക്കലും പിരിയൂല. അതാണ് ഒറിജിനൽ. ഭർത്താവ് ഏത് സമയത്തും പോകാം. അതുകൊണ്ടാണ് തൊട്ടാ ഒന്നും മുറിയുന്നത്. വാപ്പ തൊട്ട ഒന്നും മുറിയില്ലല്ലോ, ഉമ്മ തൊട്ട ഒന്നും മുറിയില്ലല്ലോ, മോനോ മോളോ തൊട്ട ഒന്നും മുറിയില്ലോ, കെട്ടിയൻ തൊട്ട ഒന്നും മുറിയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അളിയ എന്നെങ്കിലും നീ എന്നെ ഒഴിവാക്കേണ്ടതായിരിക്കും ഞാൻ, അതുകൊണ്ട് ഇത് മാറുന്നില്ലതാ പറയേണ്ട അർത്ഥ സംഭവം. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും വാപ്പയോടൊപ്പം ചേർത്തിടുക പേര്, അതാണ് ഏറ്റവും ബെസ്റ്റ്, ആണ് ഏറ്റവും നല്ലത്, അതാണ്. പക്ഷെ അല്ലാഹു തആല നബി തങ്ങളോട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അവിടെ ബാങ്കിലും നബിയും അല്ലാഹു നബിയും, ഇഖാമത്തിലും അല്ലാഹു നബിയും, കലിമത്തു തൗഹീദിലും അല്ലാഹു നബിയും, എല്ലായിടത്തും അത്ര വലിയ മഹബത്താണ്. അല്ലാഹ് അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ. ഇപ്പം നമ്മളൊരാളെ ഇപ്പോൾ നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചോളി, ഈ കാമുകന്മാരുടെ പ്രണയം കൂടുമ്പം അവൻ്റെ പേര് അവളെടുത്ത് വേണമെങ്കിൽ ബ്ലേഡിൽ എഴുതി വെക്കും, ഹായ് ഹോ എന്നൊക്കെ പറഞ്ഞ് ബ്ലേഡ് കൊണ്ട് വേണമെങ്കിൽ എഴുതും, കോമ്പസ് വെച്ചിട്ട് എഴുതും. അത്രയ്ക്കും മഹബത്ത്. പച്ച കുത്തിട്ട് എഴുതി വെക്കും. അത്രയ്ക്കും മഹബത്ത്, സ്നേഹം കൂടിയിട്ട് ശരീരത്തിനോട് ചേർത്ത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയ്ക്ക് സ്നേഹിച്ച പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രവാചകന്മാരുടെ സവിശേഷതകളാണ്, ഗുണങ്ങളാണ് അല്ലാഹു സ്വർഗത്തിൽ നൽകുന്നത്. സ്വർഗത്തിലുള്ളവർക്ക് 33 വയസ്സാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വയസ്സ്. സ്വർഗത്തിലുള്ളവർക്ക് നല്ല സ്വരമാധുര്യമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വരമാധുര്യം. സ്വർഗത്തിലുള്ളവർക്ക് 70 മുഴം നീളമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നീളമാണ്. സ്വർഗത്തിലുള്ളവർക്ക് സൗന്ദര്യമുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യമാണ്. സ്വർഗത്തിലുള്ളവർക്ക് ഇതിനേക്കാൾ എല്ലാം മെച്ചമായിട്ട് വേണ്ടത് നല്ല സ്വഭാവമാണ്. ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആ പരിശുദ്ധ പ്രവാചകന്റെ സ്വഭാവമാണ് സ്വർഗത്തിലുള്ളവർക്ക് നൽകപ്പെടുക. സ്വർഗത്തിലുള്ളവർക്ക് കിട്ടുന്നത് സ്വഭാവം. അതാണ് നമുക്ക് വേണ്ടത്. സൗന്ദര്യമോ സൗണ്ടോ ശബ്ദമോ പണമോ പ്രതാപമോ നീളമോ ഒന്നും അല്ല. നമുക്ക് വേണ്ടത് സ്വഭാവമാണ് വേണ്ടത്. മോളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കം വന്നു. നല്ല സമ്പത്തുണ്ടളിയ, വീടും പരിസരവും ഒക്കെ അവരുടെ തന്നെ. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ അവൻ്റെ വാപ്പാടയാണ്. കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഉമ്മാടെ പേർക്കാണ്. സംഭവം എല്ലാം കൊള്ളാം. പിന്നെന്താ കുഴപ്പം? വൈകിട്ടാകുമ്പം കിറുങ്ങി അവിടെ കിടക്കുന്നത് കാണാം. ഇഷ്ടംപോലെ ഉണ്ട്. നിൻ്റെ മോളെ വേണമെങ്കിൽ കെട്ടിച്ചുകൊട്. എന്താ റെയിൽവേ സ്റ്റേഷൻ അവൻ്റെ പേർക്ക, ബസ് സ്റ്റാൻഡ് അവൻ്റെ പേർക്ക, കോർപ്പറേഷൻ അവൻ്റെ ഉപ്പപ്പാടെ പേർക്ക, എല്ലാം അവൻ്റെ പേർക്ക. രാത്രിയാകുമ്പോൾ അവൻ ഇങ്ങനെ കിബില തെറ്റി നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നല്ല പയ്യനാ, കാണാൻ നല്ല രസമുണ്ട്, കെട്ടിച്ചു കൊടുക്കുമോ? സൗന്ദര്യമുണ്ട്, നല്ല വെളുവിളാതിരിക്കും, നല്ല സംഭവം. അപ്പോൾ അണ്ടർവെയറൊക്കെ ഇട്ടുകൊണ്ട് വൈകിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ പറമ്പോടൊക്കെ ഇട്ട് ഭയങ്കര രസമാണ്. പക്ഷേ യമീനം വശിമാല മുദബ്ദബീന ബൈനദാലി മുദബ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വാത് കഴിഞ്ഞ് പാതിരാത്രി എന്നെ മെയിൻ റോഡിലേക്ക് ആക്കാൻ വേണ്ടി സംഘാടകർ കൂടെ വന്നു. നല്ല ചെറുപ്പക്കാർ പിള്ളേർ, നല്ല ചെറുപ്പക്കാർ, ഒരു 10, 19, 20, 22 വയസ്സ്, അതിനപ്പുറമില്ല. റാത്തീബ് ഓതുന്നു റോഡിൻ്റെ നടുക്കുന്ന്. ഞാൻ പറഞ്ഞു എന്തുവാടെ ഇത് മൗലൂദ് റാത്തീബോ? അത് ഉസ്താദെ ഇത് വേറൊരു സാധനമാണിത്. നമ്മുടെ കൗമാണ് ഉസ്താദെ. ദാ വീട് വാപ്പസുഖമില്ലാതെ കിടക്കുക. ഉമ്മ വാത് കേൾക്കാൻ വന്ന മോൻ്റെ കോല മറ്റേ അടിച്ചുകൊണ്ട് അടിച്ചപ്പോഴേ ദിക്റ് റാത്തീബ് ഓതണോ മൗലൂദ് ഓതണോ പാട്ട് പാടണോ എന്താന്ന് ഇവനറിഞ്ഞൂടാ. റോഡിൻ്റെ നടുക്ക് ആടാണ്. വലിയ അത്ഭുതം. ഇത്ര ചെറുപ്പക്കാർ പിള്ളേർ, നല്ല പിള്ളേർ. തിരുവനന്തപുരത്ത്, സ്ഥലപ്പേര് പറയില്ല, തിരുവനന്തപുരം. ഞാൻ കണ്ടതാണ്. എൻ്റെ റായിത്തു ബിഐനയ്യ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ പറയുള്ളൂ, വെറുതെ കള്ളത്തരം ഞാൻ പറയൂല. ഇൽമിൻ്റെ സദസ്സാണ്. ഭയങ്കര വിഷമമായിപ്പോയി ഈ മക്കളൊക്കെ ഇങ്ങനെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വലദുസൂഇ യഹദിമു ശറഫാ വയുശയ്യിനു സലഫാ.
അഹങ്കാരി തമ്മാടികളായ മക്കള് മുൻഗാമികളായ നമ്മുടെ മഹാന്മാരുടെ പേരിന് കളങ്കം വരുത്തുന്നവരാണ്, ദോഷം വരുത്തുന്നവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലദുസു, മോശമായ മക്കൾ, യഹ്ദിമു ശറഫ, നമുക്കൊരു മഹത്വവും ബഹുമാനവുമുണ്ട്, നമ്മുടെ മതത്തിൽ ഒരു ആദരവുണ്ട്, അതിനെ തകർത്ത് കളഞ്ഞു. കള്ളു കുടിക്കരുത്, കഞ്ചാവ് അടിക്കരുത്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച മതമാണ്. ആ മതത്തെ മലീമസമാക്കിയതാര്? നമ്മുടെ ചെറുപ്പക്കാരാണ്. വെള്ളം അടിച്ചു കിടക്കാൻ എവിടെ നിങ്ങൾ നോക്കിക്കോളി, നമ്മുടെ കൗമാണ് സംഭവം. ഇത് കച്ചവടം ചെയ്യുമ്പോൾ വിൽക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ പേര് വായിച്ചു നോക്ക്. MDM പിടിച്ച് എത്ര പേരാ? ചെറിയ ഒരു ഗ്രാം ഒരു പൊതി സ്വന്തം ചെലവിന് വേണ്ടി, പണത്തിന് വേണ്ടി എന്തിനും തയ്യാറായി. യഹ്ദിമു ശറഫ, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്വത്തെ, ആ ഒരു പാരമ്പര്യത്തെ അവർ തകർത്ത് കളഞ്ഞു. യഹ്ദിമു ശറഫ വയുസയ്യിനു സലഫ, മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ നമുക്കുണ്ടാക്കി തന്ന ആ പേരിന് അവർ ദോഷം വരുത്തിയവരാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മക്കളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. കുറേ മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനും നബിതങ്ങൾക്കും ഇഷ്ടമുള്ള മക്കളെയാണ് നമുക്ക് കിട്ടേണ്ടത്. അവരെ സ്നേഹിക്കണം. അവരെ സ്നേഹിക്കുന്ന മക്കൾ, ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുന്ന മക്കളെയാണ് നമുക്ക് വേണ്ടത്. കുറേ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത് എങ്ങനെയാണെന്നറിയോ? റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, അല്ലാ ഒരു സാലിഹായ കുഞ്ഞിനെ താ പടച്ചോനെ, സാലിഹായ കുഞ്ഞിനെ താ പടച്ചോനെ. ഞങ്ങൾക്കൊരാൺ കുഞ്ഞിനെ താ എന്നോ പെൺകുഞ്ഞിനെ താ എന്നോ ഒരു പ്രവാചകനും ചോദിച്ചിട്ടില്ല. ചോദിച്ചത് സ്വാലിഹായ കുട്ടിയെ താ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും ബിംബ ആരാധനകളിൽ നിന്നും എൻ്റെ മക്കളെ നീ സഹായിക്കണേ, സംരക്ഷിക്കണേ, അതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എൻ്റെ മക്കളെ നീ രക്ഷിക്കണേ അല്ലാഹ്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത് ബിംബ ആരാധനകൾക്കിടയിലൂടെയാണ് വളർന്നു വന്നതെങ്കിൽ സ്വന്തം പിതാവിനെ ഒഴിവാക്കേണ്ടി വന്നത് ആ ശിർക്കിൻ്റെ പേരിലാണെങ്കിൽ ആ ഇബ്രാഹിം നബി ദുആ ചെയ്തു, എൻ്റെ മക്കൾക്ക് ഈ ഒരു ഗതികേട് വരരുതേ അല്ലാഹ്. വരാൻ പാടില്ല. നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ ഈ ശിർക്ക് കുഫറിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം. വാപ്പ ഉമ്മമാരെ രക്ഷിക്കണം. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത് ഷിർക്കിൻ്റെ ആലയത്തിലേക്കല്ലേ, അല്ലേ? ഷിർക്കിൻ്റെ കോട്ടത്തിലേക്കല്ലേ? ഒരു സ്നേഹിച്ച് മോഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ആ വഅദകളൊക്കെ ചെയ്യുമ്പോൾ, കുഫാറുകൾ ഇഷ്ടപ്പെടുമ്പോൾ, ആ മുശ്രിക്കീങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ, ആ മുശ്രിക്കിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനിൽ ആകൃഷ്ടയായിക്കൊണ്ട് അവരുടെ മതത്തിൻ്റെ ആദർശത്തെ പിൻപറ്റിക്കൊണ്ട് ഇവൻ അങ്ങോട്ട് പോയിട്ട് പൊട്ടുതൊട്ട് ബിംബത്തിൻ്റെ മുന്നിൽ കുമ്പിടുന്നു, പ്രതിഷ്ഠ അർപ്പിക്കുന്നു. നല്ല മുസ്ലിം പെണ്ണ് പോയി, ഈമാൻ പോയി, തകർന്ന് തരിപ്പണായി. എന്താ കാരണം? വാപ്പ ഉമ്മ മക്കൾക്ക് കൊണ്ട് ദുആ ചെയ്തിട്ടില്ല. അതായിരിക്കും കാരണം. ഷിർക്കിലേക്ക് കൊണ്ടുപോകരുത് എന്ന് വാപ്പായും ഉമ്മായും ദുആ ചെയ്യണമായിരുന്നു. ഞാൻ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി, കാട്ടാക്കടക്കല്ലി എന്ന് പറയും. അവിടെ ഈ മക്കൾ ഒളിച്ചോടി പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഒരു ഉമ്മ ഒക്കെ പൊട്ടിക്കരഞ്ഞ് സദസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി. അമ്മറ്റിക്കാരത്തോ ഇതുപോലത്തെ പ്രസംഗമൊന്നും അവിടെ വെക്കരുതെന്ന്. എന്താ സംഭവം വെച്ചാൽ അവളുടെ മോള് ഒളിച്ചോടി പോയി. നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കാഫറിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ജീവിക്കുന്ന അവളെ വിളിച്ചിട്ട് അതിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. നമ്മളിത് അറിയാതെ നമ്മൾ പൊതുവായിട്ട് വിഷയങ്ങൾ പറയുകയാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരുടെ കൽബിൽ കത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഉമ്മ നല്ലതാ, ഇനി അടുത്ത പെണ്ണ് പോകൂല ഇത് കേട്ടാൽ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം വരരുത്, എന്നെ ആരും പറഞ്ഞ് ഏൽപ്പിച്ചതുമല്ല. അങ്ങനെ പറയണ ഉസ്താദ്, ഇങ്ങനെ പറയണ ഉസ്താദ്. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ്. ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഷിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വാപ്പാക്കും ഉമ്മാക്ക് യാതൊരു വിഷമവും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഓരോരുത്തർക്കും ഓരോ മതം. നമ്മുടെ ഓണം അത് പൊതുവായ ഒരു ആഘോഷമാണ്.
നമ്മുടെ കൗമിൻ്റെ ആഘോഷവും നമുക്കത് പറയാൻ പറ്റുമോ? നമ്മുടെ കൗമ് എങ്ങനെ ആഘോഷിക്കും? നമ്മുടെ കൗമ് ആ ദിവസം പായസവും വെച്ച് പേരിയും വെച്ച് മറ്റേ മഞ്ഞ നൂലും ഇട്ട് നമുക്കെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഉസ്താദെ അന്നത്തെ ദിവസം നമുക്ക് പായസം വെക്കാമോ? ഞാൻ പറഞ്ഞ് അതെന്താ ഇന്നലെ വെച്ചൂടെ, അല്ലെ നാളെ വെച്ചൂടെ? ഇന്ന് തന്നെ നിങ്ങൾക്ക് പായസം തരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മറ്റൊരാളുടെ ആദർശത്തെ നമ്മൾ പിൻപറ്റിയാൽ അവർ ആ മതത്തിൽ അവരുടെ ആ ആദർശത്തിൽപ്പെട്ടവരാണ്. അവരിൽപ്പെട്ടവരായിരിക്കും. നമ്മുടെ ആദർശമല്ല, നമ്മുടെ വല്ല ആദർശമാണ്. ആന്ന് ഉസ്താദ്, മദ്രസയിലൊക്കെ പണ്ട് ഞാൻ ജോലി നോക്കുന്ന സമയത്ത് പായസം കൊണ്ടുതരും പിള്ളേർ. എന്തുടാ ഇത്? ഉമ്മ വെച്ച് തന്നായിരുന്നു, ഓണമല്ലേ ഉസ്താദേ എന്ന്. അന്ന് വിവരമില്ലായിരുന്നു, മേടിച്ച് കുടിക്കുമായിരുന്നു ഇറങ്ങിയ സമയത്തേ. അപ്പം ഇതിൻ്റെ ഗൗരവങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉത്സവങ്ങൾ, ആഘോഷം, നമുക്ക് ആഘോഷം ഉണ്ടല്ലോ, നമുക്ക് എത്രയോ ആഘോഷങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ റമളാൻ പോലൊരു ആഘോഷം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ 30 ദിവസം നമ്മൾ ആഘോഷമല്ലേ? 30 ദിവസമാണ് നമ്മുടെ ആഘോഷം അല്ലേ ഉസ്താദ്? ഉസ്താദന്മാർക്കും കൈ നിറച്ചും പേഴ്സ് നിറച്ചും കിട്ടും. നമ്മൾക്കും റാഹത്ത്, നമ്മൾക്കും സന്തോഷം, അവർക്കും സന്തോഷം, കമ്മറ്റിക്കാർക്കും കിട്ടും. പിരിവ് റമളാൻ മാസത്തിൽ നല്ല പിരിവ് അവർക്കും കിട്ടും, നമ്മൾക്കും കിട്ടും. മാഷാ അല്ലാഹ്. പുതിയ ഉടുപ്പ്, പുതിയ മുണ്ട്, ചാപ്പാടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അല്ലാഹുമ്മ ലക്കസുംതു അബികാമന്തു എന്ന് പറഞ്ഞ് തിന്നാൻ തുടങ്ങിയിട്ട് സുബഹിയുടെ വാങ്ക് വിളിക്കുമ്പോഴാണ് ലാസ്റ്റ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താ തീറ്റിയ? എന്തൊക്കെ സാധനം വേണം? നമ്മുടെ എല്ലാവരുടെയും കൽബുകൾ അങ്ങ് വിശാലമാവുകയാണ്. എന്ത് വേണം? ആരെടുത്ത് പോയി ചോദിച്ചാലും, ഇന്ന് സമൂസ എൻ്റെ വക, വട ഇന്ന് എൻ്റെ വക, നാളെ പോത്തിറച്ചിയും പത്തിരിയും, നാളെ മുട്ടയും അപ്പവും. ഈ തറാവി നിസ്കരിക്കാൻ ഒരു 40 റക്അത്തായി കൂടെ എന്ന് ആലോചിക്കുകയാണ് ചില സമയത്ത്. ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. തറാവീനും മഗ്രിബിനും എപ്പോഴും അതല്ലേ ഒരു സന്തോഷം. ഈ ചാപ്പാടില്ലെങ്കിൽ പിന്നെ ദുനിയാവിൽ സന്തോഷമുണ്ടോ ഹബീബേ? ഇനി എന്തെല്ലാം നിങ്ങൾ പരിപാടി നടത്തി ചാപ്പാടില്ല നോക്ക്. ഇവിടെ റമളാൻ മാസം നിങ്ങൾ കഞ്ഞിയും പയറും ഒന്നും കൊടുക്കാതെ ഒരു നോമ്പ് നിങ്ങളിവിടെ പിടിച്ചു നോക്കും, ഒരു മനുഷ്യനും കാണൂല. ഒരു മനുഷ്യനും കാണുമോ? ഒരുത്തനും ഒന്നും കാണൂല. അപ്പൊ നമ്മൾ മൗലൂദ് ഓതിയാലും തിന്നാനൊന്ന് നോക്കിട, ഇന്നെന്താടേ ഇന്നൊന്നുമില്ലടേ, എന്നാ നാളെ പാപ്പാ പോയേക്കാം. വരുന്ന വഴി അവൻ തിരിച്ചോടും. ഇന്ന് പാളയത്തോടം പഴയേ ഉള്ളൂ, അതവരെ വാപ്പാ കൊണ്ട് കൊടുക്കട്ടെ. പാളയത്തോടം നമുക്കിവിടെ എന്തിനു? വാ നമുക്ക് ആ പള്ളി പോകാം, അങ്ങോട്ട് അങ്ങോട്ട് പുസ്തക സങ്കേതത്തിൽ പോകാം. ഇവരെ പോലുള്ളവർ അതെല്ലാം വെച്ച് നടക്കുന്നത് ഇല്ലടാ. എവിടെ ഞാൻ നോക്കും, തറാവി നിസ്കരിക്കൂല. ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ 20 റക്അത്ത് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോൾ അവന്മാരവിടെ റോഡ് സൈഡിൽ കുത്തിരിക്കും. അല്ലെങ്കിൽ അവിടെ എന്തോ കളിയാ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തോ കളിയാ, അവിടെ എന്തോ കളിയാ, വിളിച്ചു ചോദിക്കാന്ന്. എന്നിട്ട് എവിടെയാണോ മട്ടൻ ബിരിയാണി അങ്ങോട്ട് പോകും തറാവി. ലാസ്റ്റ് റക്അത്തിൽ പോയി നിൽക്കും. 21ാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ, 21ാമത്തെ റക്അത്തിൽ അവൻ പോയി കൈ കെട്ടും. അതാണ് അവരുടെ സിസ്റ്റം. ചാപ്പാടില്ലാതെ നമ്മളൊരു പരിപാടി നടത്തി നോക്ക്, ഭക്ഷണം വെക്കാതെ നമ്മളൊരു പരിപാടി നടത്തി നോക്ക്, വിജയിക്കുമല്ലോ. ഞാനൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ദുആയാണെങ്കിലും ദിക്റാണെങ്കിലും എന്തുവാണെങ്കിലും ഭക്ഷണമില്ല എന്ന് കണ്ട ഈ പറയപ്പെട്ട ഒരു മഖ്ലൂക്കുകളും വരില്ല. അന്നേരം വരുന്നവനാണ് മുഖ്ലിസ്. ഇല്ലേ ഉസ്താദേ? അന്നേരം വരുന്നവനാണ് മുഖ്ലിസ്. അമ്മക്ക് ഭക്ഷണമൊന്നും വേണ്ട, ആ ദിക്ർ ഹൽക്കയിൽ പോയിരിക്കാം, ആ സലാത്ത് ഹൽക്കയിൽ പോയിരിക്കാം, ആ ദുആയിൽ പോയിരിക്കാം. അൽഹംദുലില്ലാ, വാ ഒന്നുമില്ലെങ്കിൽ വേണ്ട, ദുആ കിട്ടുമല്ലോ, മജ്ലിസാണല്ലോ എന്ന് ധരിക്കും. ആര് വരും? ആരും വരൂല. അതാണ് അതിനർത്ഥം. എല്ലാത്തിൻ്റെ ആകെ മൊത്തം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. നമ്മൾ ഈ ഭക്ഷണം കൊടുക്കലും എടുക്കലും ഒക്കെ അതൊരു ബർക്കത്ത്, അത് വേറെ വിഷയം. അത് ഏറ്റവും നല്ല കാര്യം, അതല്ല വിഷയം. പക്ഷെ ഈ മൊത്തം നമ്മുടെ ഉദ്ദേശം എന്താ? ഇതാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം ഈ റമളാനിൻ്റെ 30 ദിവസമാണ്. ഈ 30 ദിവസവും ഇറച്ചിയും മീനും തിന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് ക്യൂ ആ ഇറച്ചി മേടിക്കാൻ. എന്നാ പറഞ്ഞ അളിയ നമ്മൾ 30 ദിവസവും തിന്നല്ലേ, ഒരു ദിവസം ഒഴിവായിക്കൂടെ? അല്ലാഹ്, അന്നാണ് അളിയ നമ്മുടെ പെരുന്നാൾ. എല്ലാ ദിവസവും 2 കിലോ മേടിക്കാം, അന്ന് 5 കിലോ മേടിക്കാം നമ്മുടെ പെരുന്നാൾ. അതാണ്. അപ്പൊ നമ്മളെ പോലൊരു ആഘോഷം വേറെ ഒരു മതത്തിലുമില്ല.